നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 വീലേഴ്സ് അല്ലെങ്കിൽ 4 വീലേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. നമ്മൾ ഷോറൂമിൽ നിന്നും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരായിക്കോട്ടെ, അവരുടെ എല്ലാം ആഗ്രഹം എന്ന് പറയുന്നത് വണ്ടി വാങ്ങുന്ന ആ ഒരു കണ്ടീഷനിൽ എന്നും നിലനിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴും വണ്ടി പുതുമയുള്ളതായിരിക്കണം എന്ന് എല്ലാ വണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരും ചിന്തിക്കാറുണ്ട്. അതായത് വാഹനങ്ങളോട് സ്നേഹമുള്ള ആൾക്കാർ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അവർ അതിനായിട്ട് സർവീസ് സെൻ്ററുകളിൽ പോവുകയും വളരെയധികം ക്യാഷ് കൊടുത്ത് പോളിഷ് ചെയ്യുകയും വണ്ടി എപ്പോഴും വാട്ടർ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. കാരണം എപ്പോഴും വണ്ടി നീറ്റ് ആയിരിക്കണം. പക്ഷേ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളുടെ പോക്കറ്റ് കാലിയാവാതെ നമ്മൾക്ക് നമ്മുടെ വാഹനം വളരെയധികം ചിലവ് ചുരുക്കി എങ്ങനെ പോളിഷ് ചെയ്ത് വൃത്തിയായിട്ട് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വാഹനത്തിൽ തന്നെയാണ് ഈ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത്. അതായത് പരീക്ഷണമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോളിഷിങ് മെത്തേഡ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ്ട് നമുക്കൊരു 50 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പോളിഷിങ് ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ വാഹനം പോളിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം എങ്ങനെ അതിൻ്റെ റിസൾട്ട് വരുമെന്ന്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഹനം വൃത്തിയായിട്ട് കഴുകണം. കാരണം പൊടിയോ മണ്ണോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ ആ വണ്ടിയിൽ ഉണ്ടാവാൻ പാടില്ല പോളിഷ് ചെയ്യുന്നതിന് മുന്നായിട്ട്. ഓക്കെ, അത് ഞാൻ എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ വണ്ടി ഒന്ന് കഴുകി പോളിഷിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. അങ്ങനെ നീണ്ട 2.5 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ വണ്ടി നന്നായി കഴുകി അതുപോലെ തന്നെ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഇൻറ്റീരിയറും കൂടെ ഞാൻ ക്ലീൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഈ ഡോറെല്ലാം തുറന്നിട്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മളുടെ കാര്യത്തിലേക്ക് കടക്കുന്നത്, അതായത് നമ്മളുടെ പോളിഷിങ്ങിലേക്ക് കടക്കുന്നത്. ഞാനിവിടെ പോളിഷിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് മോട്ടോമാക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കാർ പോളിഷറാണ്, അല്ലെങ്കിൽ ലിക്വിഡ് പോളിഷറാണ്. ഈ ഒരു പോളിഷറിൻ്റെ വില എന്നുള്ളത് വെറും 35 രൂപ മാത്രമാണ്. ഒരു കാർ പൂർണ്ണമായിട്ടും പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ബോട്ടിൽ എന്തായാലും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. കൂടാതെ ഞാൻ ഇവിടെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും ഇതിനോടൊപ്പം വാങ്ങിയിട്ടുണ്ട്. മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോളിഷിങ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ ഒരു പോളിഷർ നമ്മളുടെ ആ ഒരു ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഡയറക്റ്റ് ആ ഒരു പോളിഷിംഗ് ലിക്വിഡിൻ്റെ പുറത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ലിക്വിഡ് പോളിഷർ ആവശ്യമായിട്ട് വരും നമ്മളുടെ ഈ ഒരു പണി പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കരുത്. പകരം നിങ്ങൾ പോളിഷിംഗ് ലിക്വിഡ് പോളിഷ് ചെയ്യേണ്ട ഭാഗത്തേക്ക് അപ്ലൈ ചെയ്യുക. ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് ആ ഒരു ഭാഗങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്യുക. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ചെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് തുടച്ചെങ്കിൽ മാത്രമേ, ഈ രീതിയിൽ നന്നായി തുടച്ചെങ്കിൽ മാത്രമേ ആ ഒരു ഗ്ലൈസിങ് അല്ലെങ്കിൽ ആ ഒരു പോളിഷിംഗ് എഫക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോളിഷിങ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ക്ഷമ ആവശ്യമാണ്. കാരണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു പോളിഷിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിന് ഒരുപാട് ടൈം വേണ്ടി വരും, ഒരുപാട് എഫേർട്ടും വേണ്ടി വരും. കാരണം നന്നായി ആ ഒരു പാർട്ടിലെല്ലാം റബ്ബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്ലൈസിങ് എഫക്റ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ക്ഷമയോടെ ഓരോ പോർഷനും നമ്മൾ ചെയ്തെങ്കിലേ നമ്മൾക്ക് ഈ ഒരു ആഫ്റ്റർ ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ എൻ്റെ വണ്ടിയുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ പൂർണ്ണമായിട്ടും പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരെ ഏതാണ്ട് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത്. വളരെയധികം ഗ്ലൈസിങ് കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇപ്പോൾ വണ്ടിയുടെ ആ ഒരു മാറ്റം എത്രത്തോളം ഉണ്ടെന്ന്.
പോളിഷിങ് ഏതാണ്ട് ഫ്രണ്ട് പോർഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം ബാക്കി പോർഷൻ എനിക്ക് കാണിക്കാൻ സാധിക്കില്ല, കാരണം ഏതാണ്ട് നേരെ ഇരുട്ടിയിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് ബോണറ്റ്, ആ ഫ്രണ്ട് ബമ്പർ, ആ പോർഷനുകളിൽ സൈഡ് എല്ലാം പോളിഷ് ചെയ്തിട്ടുണ്ട്. കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്തത്, വളരെ ഈസി അല്ല. നമ്മൾ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ റോബിൻ. ബൈ.